ഏവർക്കും CSE ബാങ്ക് ഹോൾഡറിലേക്ക് സ്വാഗതം. നമുക്ക് കഴിഞ്ഞ പരീക്ഷയ്ക്കും അതുപോലെ മുൻ വർഷത്തെ പരീക്ഷകളിൽ ചോദിച്ച കുറെ അധികം ബാങ്കിങ് ടേംസുമായി ബന്ധപ്പെട്ട ക്ലാസ്സാണ് ഇന്ന് നമ്മൾ ഇവിടെ എടുക്കുന്നത്. ബാങ്കിങ് ടേംസ് നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് മാർക്ക് നമുക്ക് ഈ ഭാഗങ്ങളിൽ നിന്ന് വരാറുണ്ട്. ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബാങ്ക് റേറ്റ്, അതുപോലെ റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, ക്യാഷ് റിസർവ് റേഷ്യോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, മോണിറ്ററി പോളിസി, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക് പോളിസി, ഇത്രയുമാണ്. കോർപ്പറേഷൻ സംബന്ധമായ എല്ലാ ക്ലാസ്സുകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണിൽ ഓൾ എന്ന് കൂടി ക്ലിക്ക് ചെയ്യുക. എങ്കിൽ ഒട്ടും സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ബാങ്ക് റേറ്റ്. It is a rate of interest charged by a central bank to commercial banks on the advances and the loans it extends. Bank rate means it is a rate of interest charged by a central bank to commercial banks on the advances and the loans it extends. അതിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. സെൻട്രൽ ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് നൽകുന്നതാണ്. ബാങ്ക് RBIയിൽ നിന്നും കടം വാങ്ങുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്നത്. ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് RBIയിൽ നിന്നും കടം വാങ്ങുന്ന റേറ്റാണ് ബാങ്ക് റേറ്റ് എന്നത്. ബാങ്ക് റേറ്റിന്റെ അനുപാതികമായി പോളിസി റേറ്റ്സ് കൂടി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, SLR തുടങ്ങിയവയിലേക്കും നമുക്കിനി പോവാം. ആദ്യം നമുക്ക് റിപ്പോ റേറ്റ് എന്താണെന്ന് നോക്കാം. Repo rate is the rate at which the central bank of a country lends money to commercial bank in the event of any shortfall of funds. Repo rate is the rate at which the central bank of a country lends money to commercial banks in the event of any shortfall of funds. ഇത് എന്താണ് എന്ന് നോക്കാം. ഫണ്ടുകളുടെ കുറവുണ്ടായാൽ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് പണം നൽകുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. അതായത് ഫണ്ടുകളുടെ കുറവുണ്ടായാൽ ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് പണം നൽകുന്ന നിരക്കാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ കാലാവധി 0 to 90 days ആണ്. അടുത്തതായി റിവേഴ്സ് റിപ്പോ റേറ്റ്. ദിസ് ഈസ് ദി എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് റിപ്പോ റേറ്റ്. റിവേഴ്സ് റിപ്പോ റേറ്റ് ഈസ് ദി റേറ്റ് at which the central bank of a country borrows money from commercial banks within the country. അതായത് this is the exact opposite of repo rate. repo rate ന്റെ exact opposite ആണത്. reverse repo rate is the rate at which the central bank of a country borrows money from commercial banks within the country. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് രാജ്യത്തിനുള്ളിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ് റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ് ഉള്ളത് ക്യാഷ് റിസർവ് റേഷ്യോ. ക്യാഷ് റിസർവ് റേഷ്യോ എന്താണ്? CRR ഈസ് എ സ്പെസിഫൈഡ് മിനിമം ഫ്രാക്ഷൻ ഓഫ് ദി ടോട്ടൽ ഡെപ്പോസിറ്റ്സ് ഓഫ് കസ്റ്റമേഴ്സ് വിച്ച് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് have to hold as reserves either in cash or as deposits within the central bank. CRR is a specified minimum fraction of the total deposits of customers which commercial banks have to hold as reserves either in cash or as deposits with the central bank. അതായത് വാണിജ്യ ബാങ്കുകൾ കരുതൽ ധനമായി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപമായി സൂക്ഷിക്കേണ്ട കസ്റ്റമേഴ്സിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഭാഗമാണ് CRR എന്ന് പറയുന്നത്. വാണിജ്യ ബാങ്കുകൾ കരുതൽ ധനമായി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്കിൽ നിക്ഷേപമായി സൂക്ഷിക്കേണ്ട കസ്റ്റമേഴ്സിന്റെ മൊത്തം നിക്ഷേപത്തിന്റെ ഏറ്റവും കുറഞ്ഞ ഭാഗമാണ് CRR എന്ന് പറയുന്നത്. അടുത്തതായി SLR എന്താണെന്ന് നോക്കാം. ഇതൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാറുള്ള ഭാഗമാണ്. CRR, SLR, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്. അപ്പോൾ ഈ ഭാഗങ്ങളെല്ലാം കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് എന്ത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് എഴുതാൻ കഴിയും. അടുത്തതായി SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. SLR is the amount of money kept by banks as a portion of their demand and time liabilities.
SLR is the amount of money kept by banks as a portion of their demand and time liability. അതായത് ബാങ്കുകൾ അവരുടെ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ ഭാഗമായി സൂക്ഷിക്കുന്ന തുകയാണ് SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. അതായത് ബാങ്കുകൾ അവരുടെ ഡിമാൻഡ് ലയബിലിറ്റി എന്നാൽ ആവശ്യാനുസരണം തിരിച്ചടയ്ക്കാവുന്ന നിക്ഷേപം എന്ന്. അതായത് ഈ SB അക്കൗണ്ട്, കറണ്ട് അക്കൗണ്ട് മുതലായവയാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ടൈം ലയബിലിറ്റി, ഡിമാൻഡ് ലയബിലിറ്റി, ടൈം ലയബിലിറ്റി. അതിൽ ടൈം ലയബിലിറ്റി മെച്യൂരിറ്റിയിൽ തിരിച്ചടയ്ക്കേണ്ട നിക്ഷേപങ്ങളാണ് ടൈം ലയബിലിറ്റി. അതായത് ഫിക്സഡ് ഡെപ്പോസിറ്റ്, റെക്കറിംഗ് ഡെപ്പോസിറ്റ് മുതലായവ. ഈ പറഞ്ഞ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റിയുടെ ഭാഗമായി ബാങ്കുകൾ സൂക്ഷിക്കേണ്ട തുകയാണ് SLR അഥവാ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്നതിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് നമ്മൾ IMFനെ കുറിച്ച് ഒന്ന് പറയേണ്ടതായിട്ടുണ്ട്. IMF എന്നാൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട്. ഹെഡ്ക്വാർട്ടേഴ്സ് വാഷിംഗ്ടൺ DC ആണ്. 189 മെമ്പർ കൺട്രീസ് ഉണ്ട്. IMFൽ നിന്ന് ലോൺ വാങ്ങുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിൻ്റെ പേരിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കണം. പക്ഷേ ഇങ്ങനെ നമ്മൾ കടം IMFൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. നമുക്ക് ഇന്ത്യൻ റുപ്പിയിൽ ലോൺ കിട്ടില്ല. IMF ഡീൽ ചെയ്യുന്നത് 5 കറൻസികളായിട്ടാണ്. US ഡോളർ, യൂറോ, ജപ്പാനീസ് യെൻ, ചൈനീസ് യോൺ, പൗണ്ട് സ്റ്റെർലിംഗ്. ഇത്രയുമാണ് ആ 5 കറൻസികൾ. നിങ്ങൾക്ക് പണം എടുക്കണമെങ്കിൽ ക്യാഷ് ഈ പറഞ്ഞ ഏതെങ്കിലും കറൻസികളിൽ കൊടുക്കുകയും വാങ്ങുകയും ചെയ്യാം. ഇതിനെയാണ് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് എന്ന് പറയുന്നത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നതാണ് മോണിറ്ററി പോളിസി. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് മോണിറ്ററി പോളിസി. മോണിറ്ററി പോളിസി എന്താണ് എന്ന് പറയാം. മോണിറ്ററി പോളിസി ഈസ് ദി മാക്രോ എക്കണോമിക് പോളിസി ലെയ്ഡ് ബൈ ദി സെൻട്രൽ ബാങ്ക്. Monetary policy is the macroeconomic policy laid by the central bank. It involves management of money supply and interest rate and is the demand side economic policy used by the government of a country to achieve macroeconomic objectives like inflation, consumption, growth and liquidity. It involves management of ഇതിൽ എന്തൊക്കെയാണ് വരുന്നതെന്നാണ് പറയുന്നത്. It involves management of money supply and interest rate and is the demand side economic policy used by the government of a country to achieve macroeconomic objective like inflation, consumption, growth and liquidity. ഇനി ഇതെന്താണ് എന്ന് മലയാളത്തിൽ വിശദീകരിക്കാം. സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ച മാക്രോ എക്കണോമിക് നയമാണ് മോണിറ്ററി പോളിസി. സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ച മാക്രോ എക്കണോമിക് നയമാണ് മോണിറ്ററി പോളിസി എന്നത്. അതാണ് നമ്മൾ അവിടെ ആദ്യം പറഞ്ഞത്. ഇനി ഇത് പറയുമ്പോൾ തന്നെ നമ്മളിവിടെ മാക്രോ എക്കണോമിക് പോളിസി എന്താണ് എന്നുകൂടി പറയേണ്ടതായിട്ടുണ്ട്. അതായത് മാക്രോ എക്കണോമിക് പോളിസി എന്നത് ശക്തവും സുസ്ഥിരവുമായ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമായ സാമ്പത്തിക അന്തരീക്ഷം പ്രദാനം ചെയ്യുകയാണ് മാക്രോ എക്കണോമിക് പോളിസി ലക്ഷ്യമിടുന്നത്. ശക്തമായതും സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകരമായ ഒരു സാമ്പത്തിക അന്തരീക്ഷം രൂപീകരിക്കുക അല്ലെങ്കിൽ പ്രദാനം ചെയ്യുക എന്നതാണ് മാക്രോ എക്കണോമിക് പോളിസി ലക്ഷ്യമിടുന്നത്. അപ്പോൾ സെൻട്രൽ ബാങ്ക് നിർദ്ദേശിച്ച മാക്രോ എക്കണോമിക് പോളിസിയാണ് ഈ മോണിറ്ററി പോളിസി എന്നത്. മണി സപ്ലൈയും പലിശ നിരക്കും കൈകാര്യം ചെയ്യുന്നതും പണപ്പെരുപ്പം, ഉപഭോഗം, ലിക്വിഡിറ്റി തുടങ്ങിയ മാക്രോ എക്കണോമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു രാജ്യത്തിൻ്റെ സർക്കാർ ഉപയോഗിക്കുന്ന സാമ്പത്തിക നയമാണ്, അതിനെ പറയുന്നതാണ് മോണിറ്ററി പോളിസി എന്നത്. മണി സപ്ലൈയും പലിശ നിരക്കും കൈകാര്യം ചെയ്യുന്നതും പണപ്പെരുപ്പം, ഉപഭോഗം, ലിക്വിഡിറ്റി തുടങ്ങിയ മാക്രോ എക്കണോമിക് ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഒരു രാജ്യത്തിൻ്റെ സർക്കാർ ഉപയോഗിക്കുന്ന സാമ്പത്തിക നയമാണ് മോണിറ്ററി പോളിസി എന്നത്. ഇനി ഇത് വളരെ ലളിതമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഒരു എക്സാമ്പിളിലൂടെ ഞങ്ങളൊന്ന് വിവരിക്കാം. നാട്ടിലെ പണപ്പെരുപ്പം, അതുപോലെ ഗുഡ്സിൻ്റെ പ്രൈസ് സ്റ്റേബിളായി മെയിൻറ്റെയിൻ ചെയ്യണം. അതിന് കൊണ്ടുവരുന്നതാണ് ഈ മോണിറ്ററി പോളിസി എന്നത്. പണപ്പെരുപ്പവും ഗുഡ്സിൻ്റെ പ്രൈസ് സ്റ്റേബിൾ ആക്കുന്നതിനും വേണ്ടി കൊണ്ടുവരുന്നതാണ് മോണിറ്ററി പോളിസി. അതായത് ഒരു കാറ് ഞാൻ ഇന്ന് വാങ്ങി,
അത് ഒരു 5 ലക്ഷം രൂപയ്ക്കാണ് ഞാൻ വാങ്ങിയത്. എന്നാൽ നാളെ അത് 7 ലക്ഷം രൂപ ആയിട്ടാണ് അവർ അത് വിൽക്കുന്നത്. അതിനടുത്ത ദിവസം, മൂന്നാമത്തെ ദിവസം ഇതിൻ്റെ വില 3 ലക്ഷം രൂപയായി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് ഡെയിലി ഈ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ ഒരു കാറിൻ്റെ വില. പക്ഷേ ഇത് അക്ഷരാർത്ഥത്തിൽ തെറ്റാണ്. ഈ കാറിൻ്റെ യഥാർത്ഥ വിലയായ 5 ലക്ഷം രൂപ, അതിനാണ് ഇവർ ഈ കാർ വിൽക്കേണ്ടത്. പണപ്പെരുപ്പം RBI നിർദ്ദേശിക്കുന്ന പ്രകാരം ആവണം എന്നതുകൊണ്ടാണ് മോണിറ്ററി പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഈ പ്രൈസ് സ്റ്റേബിളായി നിലനിൽക്കണം, ഫ്ലക്ച്വേറ്റിംഗ് ആവാൻ പാടില്ല. ഈ 5 ലക്ഷം രൂപയ്ക്ക് തന്നെ ഈ കാർ വിൽക്കണം. അതാണ് ആ കാറിൻ്റെ യഥാർത്ഥ വില. അതുകൊണ്ട് ആ കാറിൻ്റെ വില അത് യഥാർത്ഥ വിലയായി മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഫ്ലക്ച്വേറ്റിംഗ് ആവാൻ പാടില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് RBI നിർദ്ദേശിച്ച പ്രകാരം ആവണം എന്നതുകൊണ്ടാണ് മോണിറ്ററി പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. ബാങ്കിംഗ് ടേംസിന്റെ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ ക്ലാസ്സുകൾ വരും എപ്പിസോഡുകളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഏവർക്കും നന്ദി.